ഇത് ഫലസ്തീനും ഗസയ്ക്കും വേണ്ടി അവിടെ നടന്ന പ്രതിഷേധ പ്രകടനങ്ങളുടെ ദൃശ്യങ്ങളാണ്. അവിടെ കൂടിയ ജനങ്ങളാണ്. അതിന് പ്രതികരിക്കാൻ തിരഞ്ഞെടുത്ത മാധ്യമങ്ങളും മാർഗങ്ങളുമാണ് നിങ്ങൾ ഇതിലൂടെ കാണുന്നത്. നമ്മുടെ രാജ്യത്തുണ്ടോ? എന്തിന് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഫലസ്തീൻ എന്ന് മിണ്ടാനാകുമോ? അവിടെ ഒരു ജുമയിലെ കുത്തുബയിൽ പറയാനാകുമോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയാനാകുമോ? അപ്പോഴാണ് അതിനെയെല്ലാം നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് അർജൻറ്റീനയിൽ എന്തോ മഹാസംഭവം നടക്കുന്നു, അതുകൊണ്ട് അർജൻറ്റീനയുടെ രാഷ്ട്രീയം തിരയണം എന്നൊക്കെ പറയുന്നത്. ഇത് കണ്ടില്ലേ? ബ്യൂണോസ് അയേഴ്സിൽ നടന്ന പ്രതിഷേധങ്ങളുടെ ദൃശ്യമാണ്. നോക്കൂ, എന്തെല്ലാം ആവേശത്തോടെയും വികാരത്തോടെയുമാണ് ഈ ജനങ്ങൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്. അവർ ഗസയ്ക്ക് വേണ്ടിയും ഫലസ്തീന് വേണ്ടിയും മുദ്രാവാക്യം മുഴക്കുകയാണ്. ആ നാടിനെയാണ് നമ്മൾ പറയുന്നത് അവിടെ മുഴുവൻ ആളുകളും ഇസ്രയേലി പക്ഷത്താണ്, അതുകൊണ്ട് അവരുടെ ഫുട്ബോൾ കളിയെ നമ്മൾ വേറൊരു കണ്ണുകൊണ്ട് കാണണം, അതിനെ വിലയിരുത്തുന്നു, കുലുക്കി നോക്കുന്നു, വലപൊക്കി നോക്കുന്നു. അന്യായമാണതൊക്കെ. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഇതുപോലൊരു പ്രതിഷേധം നടന്നിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടായിട്ടേ ഇല്ല. അവിടുത്തെ ഏതെങ്കിലും മസ്ജിദുകളിൽ ഒരു പ്രാർത്ഥന നടന്നിട്ടുണ്ടോ ഇങ്ങനെ ഫലസ്തീന് വേണ്ടി? ഷിയാക്കളല്ലല്ലോ അവിടെ, സുന്നിയല്ലേ? സുന്നി, നല്ല വിളഞ്ഞ സുന്നി. നമ്മുടെ ഇന്ന് ഷിയാക്കൾക്കെതിരെയും ഇറാനെതിരെയും വാദിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ടല്ലോ, അവിടെയൊക്കെ വേരുള്ളവർ. അവർക്ക് ഫലസ്തീന് വേണ്ടി പരസ്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒന്നും അനുവദിക്കാത്ത രാജ്യങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ അർജന്റീനയുടെ വംശീയ വിദ്വേഷത്തെ ഒരു ബ്രസീൽ താല്പര്യക്കാരനാണ്. തോറ്റിട്ടും അത് ധൈര്യത്തോടുകൂടി പറയാനുള്ള ആർജവം ഞാൻ കാണിക്കുന്നുണ്ട്. ഏതായാലും ടീം മാറാൻ ഇപ്പോൾ ഉദ്ദേശിച്ചില്ല, കുറച്ചുകൂടി നോക്കുക. ഇപ്പൊ പല ഭാഗത്തും കുട്ടികൾ ഫോൺ ചെയ്യാണ്, തിങ്കളാഴ്ച നമുക്ക് അവധി കൊടുത്തൂടെയെന്ന്. ചെറിയ ചെറിയ കുട്ടികളൊക്കെ. പന്ത് കളിക്കൊക്കെ നമ്മൾ അവധി 12:30 കളി തുടങ്ങിയ 2-2:30 മണിയാകുമ്പോൾ തീരൂലേ? നോക്കാം. ഞങ്ങളത് തീരുമാനം എടുത്തില്ല. നമ്മളിങ്ങനെ അധ്യയന ദിവസങ്ങളെ കുറയുമ്പോൾ അതൊരു പ്രയാസമാണ്. പിന്നെ അതിന് പകരം ഡേ കോമ്പൻസേറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും. മെസ്സി കപ്പെടുക്കണമെന്നും അർജന്റീന ജയിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ എംബാപ്പയുടെ കളി കാണുമ്പോൾ നമ്മളിങ്ങനെ അതിശയിച്ച് നിന്ന ആളുകളാണ്. അതായത് എംബാപ്പയോടും ഒരു ആരാധന തോന്നിയ ആളുകളൊക്കെ തന്നെയാണല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ ഇന്നൊരു കളി കൂടി ബാക്കിയുണ്ട്. സ്വാഭാവികമായിട്ടും മെസ്സിക്ക് 2 ഗോൾ കൂടി സ്കോർ ചെയ്യാനുള്ള അവസരമുണ്ട്, എത്തും. ശരി, ഒരു വേൾഡ് കപ്പിനപ്പുറത്തേക്ക് കായിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടി അങ്ങേ കിട്ടിയതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ അവസരത്തിൽ ചോദിക്കേണ്ടതുണ്ട് എന്ന് തോന്നുകൊണ്ടാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നൽകിയിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സംസ്ഥാനത്ത്